ഗായിക റിമി ടോമിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. സംഗീത ലോകത്ത് മാത്രം ഒതുങ്ങാതെ സിനിമാ ലോകത്തിനിറ സാന്നിധ്യമായി മാറാൻ റിമി ടോമിക്ക് ഒട്ടും വൈകാതെ തന്നെ സാധിച്ചിട്ടുണ്ട്. കരിയറിൽ റിമി നേടിയ നേട്ടങ്ങളൊക്കെ തന്നെയും പ്രചോദനമാണ് ഏവർക്കും. എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിയെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. വളരെ അപൂർവമായി മാത്രമേ റിമി ടോമി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും കരഞ്ഞിട്ടുള്ളൂ. മരിച്ചുപോയ പിതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റിമി ഇത്രയും വികാരഭരിതയാകാറുള്ളത്. എന്നാൽ ചില വിവാദങ്ങളും കരിയർ റിമി നേരിട്ടിട്ടുണ്ട്. ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ അതിഥിയായി എത്തുകയും സംഗീത സംവിധായകനായ ശരത്തിന്റെ അതിർത്തി കാരണം റിമിക്ക് ആ ഷോ വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് റിമി സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നത്. തനിക്ക് ഒത്തിരി വിഷമമുണ്ടായ സംഭവമായിരുന്നു അത്. ഒരിക്കൽ പോലും ജീവിതത്തിൽ തനിക്ക് ഇതുപോലെ മറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. പി ജയചന്ദ്രൻ സാറും ശരത് സാറും എല്ലാം ഉണ്ടായിരുന്ന ഷോ ആയിരുന്നു. എന്നെ ആ ചാനലിൽ നിന്നും വിളിച്ചപ്പോൾ ഞാൻ ജഡ്ജായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അന്ന് എനിക്ക് പുള്ളിയുടെ അടുത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ട് തോന്നിയത്. 4 ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. താഴ്ത്തിക്കെട്ടി സംസാരിച്ചതുപോലെ തോന്നിയത് കൊണ്ടാണ് റിമിക്ക് അത്രയും മോശം അനുഭവം അവിടെ നിന്നും അനുഭവിക്കേണ്ടി വന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശൈലി ആയിരിക്കാം അത്. എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവില്ല. എന്നാൽ ആ വാക്കുകളൊക്കെ തന്നെയും എനിക്ക് വളരെ മോശമായി തോന്നി. പിന്നീട് ഞാൻ ഒരിക്കലും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് റിമി ടോമി. സംഗീതക്കാൾ ഉപരി റിമി ടോമിയുടെ കോമഡികൾ കേൾക്കാനാണ് പ്രേക്ഷകർക്ക് എന്നും ഇഷ്ടം. നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായികയുമായ റിമി ടോമിക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും റിമി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. വളരെ അപൂർവമായി മാത്രമാണ് റിമി ടോമി കരഞ്ഞ് പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. അച്ഛനെക്കുറിച്ച് പറയുമ്പോഴായിരുന്നു റിമിയുടെ കണ്ണുകൾ നിറയാറ്. എന്നാൽ ഇതാദ്യമായിട്ടാണ് തനിക്ക് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചുകൊണ്ട് റിമി എത്തിയത്. വിവാഹബന്ധം വേർപിരിഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ പോലും വിവാഹത്തെക്കുറിച്ചോ വിവാഹമോചനത്തെക്കുറിച്ചോ ഇതുവരെയായിട്ടും ഒരു ദുഃഖമുള്ളതുപോലെ ഒരിക്കൽ പോലും റിമി സംസാരിച്ചിട്ടേയില്ല. എന്നാൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് റിമി ടോമി തനിക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രയാസത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു.